നല്ല മുരുമുരാ മുരിഞ്ഞ ചിക്കൻ പൊരിച്ചത് വേണോ? അതും വീട്ടിലുള്ള മസാലകളൊക്കെ വെച്ചിട്ട്. ഹലോ, അസ്സലാമു അലൈക്കും, നമസ്കാരം. എന്താണ് വിശേഷമൊക്കെ? അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നത് ചിക്കൻ പൊരിക്കണ ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള മസാലകളൊക്കെ വെച്ചിട്ട് നമുക്ക് നല്ല അടിപൊളി ചിക്കൻ പൊരിച്ചിട്ടെടുക്കാം. ഇതിനായിട്ട് നമ്മൾ ചിക്കൻ മസാല മേടിക്കുക അങ്ങനെ ഒന്നും വേണ്ട. എൻ്റെ വീഡിയോ കാണുന്നവർക്ക് അറിയാം, ഞാൻ ചിക്കൻ മസാല, മീറ്റ് മസാല അങ്ങനെ ഒന്നും മേടിക്കാറില്ല. നമ്മളെ വീട്ടിലുള്ള മസാലകൾ വെച്ചിട്ട് തന്നെയാണ് ഉണ്ടാക്കിയെടുക്കാറുള്ളത് എന്ന്. അപ്പോൾ നമുക്കിന്ന് അടിപൊളി ഒരു മസാല ഉണ്ടാക്കിയിട്ട് ചിക്കൻ പൊരിച്ചെടുക്കാം അല്ലേ. അപ്പോൾ കൂടുതൽ മസാലകളൊന്നും വേണ്ട കേട്ടോ, നമുക്ക് കുറച്ച് മസാലകൾ മതി. ഇതിൻ്റെ മുന്നേ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ബിരിയാണിയുടെ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറച്ച് 2-3 കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, അതിൻ്റെ വീഡിയോ ഒന്ന് ഇടണേന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചിക്കൻ പൊരിച്ചതിൻ്റെ വീഡിയോ ഇടുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ, നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. അതുപോലെ ആ ബെല്ലൈക്കൺ ഒന്ന് ഓണാക്കി വെക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി ചിക്കൻ കായം പട്ടാനുള്ള മസാല ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ മുളക് പൊടിയാണ് എടുക്കുന്നത്, നല്ല എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഗരം മസാലപ്പൊടി നമ്മുടെ വീട്ടിൽ പൊടിച്ചെടുത്തതാണ്, അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചെറുതായിട്ടൊരു കളർ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, വീഡിയോക്കൊക്കെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. നമ്മൾ വീട്ടിൽ പൊരിച്ചെടുക്കുകയാണെങ്കിൽ അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ഇനി ചിക്കൻ എത്ര എടുക്കണം അതിനാവശ്യമുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളിയാണ്. അപ്പോൾ അത് ഞാൻ ചതച്ചെടുക്കുന്നുണ്ട് കേട്ടോ. മിക്സിയിലെടുത്തിട്ട് നമ്മൾ അടിച്ചെടുക്കൊന്നും വേണ്ട, കുറച്ചേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇടിക്കല്ല് വെച്ചിട്ടൊന്ന് ചതച്ചെടുക്കുക തന്നെയാണ് ചെയ്യണത്, നന്നായി പേസ്റ്റ് ഒന്നും ആക്കി എടുക്കണില്ല. ഞാനിവിടെ കുറച്ച് വെളുത്തുള്ളിയാണ് എടുത്തേക്കുന്നത്. കൂടുതൽ വെളുത്തുള്ളി ആകുമ്പോൾ അതിൻ്റെ ഒരു വേറൊരു ടേസ്റ്റ് ആയിട്ട് മാറും. അപ്പോൾ ഇത് അത്യാവശ്യത്തിന് മാത്രം മതിയിട്ട്, നമ്മൾ എത്ര ചിക്കൻ എടുക്കുന്നുണ്ട് അതിനനുസരിച്ചിട്ട് മതി. അപ്പോൾ ഞാനിവിടെ 6 ലെഗ് പീസ് എടുക്കുന്നുണ്ട്, പിന്നെ കുറച്ച് ചെറിയ പീസുകൾ എടുക്കുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് ഞാനിവിടെ വെളുത്തുള്ളി എടുത്തേക്കുന്നത്. ഇനി അതിലേക്ക് ഒരു മുട്ടയും കൂടി പൊട്ടിച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്, മൈദപ്പൊടിയോ അല്ലെങ്കിൽ കോൺഫ്ലവർ പൊടിയോ നമുക്ക് ഏത് വേണമെങ്കിലും ഇഷ്ടമുള്ളത് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കാറുള്ളത്. അപ്പോൾ എനിക്ക് അതിനെയും കാട്ടി ഏറ്റവും ഇഷ്ടം ഇങ്ങനെ അരിപ്പൊടി ഇട്ട് പൊരിച്ചെടുക്കുമ്പോഴാണ് നല്ല മുരുമുരായിട്ട് കിട്ടും ചെയ്യും. ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അരിപ്പൊടി ഇട്ടിട്ട് നമ്മൾ ഇങ്ങനെ ചിക്കൻ വറുത്തെടുക്കുമ്പോൾ. ഇനി കുറച്ച് ചെറുനാരങ്ങ നീരും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വീഡിയോയിൽ കാണിക്കാൻ വിട്ടിട്ടുണ്ടായിരുന്നു. ഇനി അതൊന്ന് കൈ വെച്ചിട്ട് നന്നായി കുഴച്ചെടുക്കുക. അപ്പോൾ നമുക്ക് അറിയാമല്ലോ കായം വട്ടാൻ എത്രത്തോളം വേണം എന്നുള്ളത്. അപ്പോൾ ഇനി ലൂസായിട്ടില്ലെങ്കിൽ കുറച്ച് പച്ചവെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി ലൂസാക്കിയിട്ട് എടുക്കുക. അപ്പോൾ അതാ ഞാൻ കായം ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ലെഗ് പീസൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതിലൊന്ന് മസാല തേച്ച് പിടിപ്പിക്കണം. അപ്പോൾ ഗരം മസാലപ്പൊടി ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, അത് ഏലക്ക, ഗ്രാമ്പു, പട്ട, അതുപോലെ പെരിഞ്ചീരകം, ഇതെല്ലാം കൂടിയിട്ട് വറുത്ത് പൊടിച്ച് വെച്ചതാണ്. അപ്പോൾ ആ ഒരു പൊടിയാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇനി നിങ്ങൾ പെരിഞ്ചീരകപ്പൊടിയൊക്കെ വേറെ വേണമെങ്കിൽ അത് ഇട്ട് കൊടുത്തോളൂ കേട്ടോ. ഞാൻ എല്ലാം കൂടി ഒരുമിച്ചുള്ള കാരണമാണ് വീണ്ടും ഇട്ട് കൊടുക്കാഞ്ഞത്. ചിക്കൻ പീസ് ഞാനൊന്ന് വരഞ്ഞ് കൊടുത്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ഉള്ളിലൊക്കെ മസാല നന്നായി പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കൈ വെച്ചിട്ട് നന്നായി തന്നെ തിരുമ്പി പിടിപ്പിച്ച് കൊടുക്കുക. ഇനി അത് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക. അപ്പോൾ ഇനി ബാക്കിയുള്ള ചിക്കൻ പീസും കൂടി ഉണ്ടല്ലോ, അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മസാല തേച്ച് പിടിപ്പിക്കണം. അപ്പോൾ ഈ ചിക്കൻ വീട്ടിൽ പൊരിക്കാറുള്ളത് ബിരിയാണിയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ബിരിയാണി നമ്മൾ ദമ്മിട്ടിട്ട് വേറെ ഉണ്ടാക്കും, അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചിക്കൻ പൊരിച്ചെടുക്കാറുള്ളത്. അപ്പോൾ ഇവിടെ എല്ലാവർക്കും ഈ ഒരു ചിക്കൻ പൊരിച്ചത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്കൂ കേട്ടോ. നമ്മുടെ മക്കൾക്കൊക്കെ നല്ല ഇഷ്ടവും, നല്ല മുരിഞ്ഞ ചിക്കനാണല്ലോ. പിന്നെ നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിച്ച് കൊടുക്കണമെങ്കിൽ നല്ലതാണ് നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പോൾ അത് ചിക്കനിൽ മസാല ഒക്കെ തേച്ച് പിടിപ്പിക്കൽ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലാക്കിയിട്ട് അടച്ച് വെക്കാം. ഞാൻ ഇത് രാവിലെ തന്നെ മസാല ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, എന്നിട്ട് ഫ്രിഡ്ജിൽ കയറ്റി വെക്കുകയാണ് ചെയ്തത്. ഇനി അത് പൊരിക്കണ സമയത്ത് പുറത്തേക്ക് വെക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഒരു 3-4 മണിക്കൂർ തന്നെ ഞാൻ കായം വാട്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇത് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഓയിലാണ് ഒഴിച്ച് കൊടുത്തേക്കുന്നത്. അപ്പോൾ അതാ നമ്മുടെ ചിക്കൻ എടുത്തിട്ടുണ്ട്, മസാലയൊക്കെ നന്നായി പിടിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പൊരിച്ചെടുക്കണം. അപ്പോൾ അതാ ഓയിലൊക്കെ നന്നായി ചൂടായി വരണം. അപ്പോൾ എനിക്ക് തിരക്കിയിരുന്നു, ഞാൻ ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കൊന്ന് പുറത്തേക്ക് പോയിട്ട് വരാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേനും 2 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഇത് വേഗം പൊരിച്ചെടുക്കുക. അപ്പോൾ അത് കാരണമാണ് ചെറിയൊരു ചീഞ്ചട്ടിയിൽ 3 എണ്ണമൊക്കെ ഇട്ടിട്ട് പൊരിച്ചെടുത്തത്. അത് വേണ്ടിയിരുന്നില്ല എന്ന് പിന്നെയാണ് തോന്നിയത്. 2 എണ്ണമൊക്കെ ഇട്ടിട്ട് വേഗം ആക്കിയെടുക്കായിരുന്നു. ഇത് 3 എണ്ണമൊക്കെ ഇട്ടിട്ട് മുരിഞ്ഞ് കിട്ടാൻ കുറച്ച് പണിയായിരുന്നു. ഈ ഒരു ചിക്കൻ പൊരിക്കണേൽ നമുക്ക് അധികം മസാലകളൊന്നും ഇല്ലാത്ത കാരണം നമുക്ക് എത്ര കഴിച്ചാലും മതിയാവില്ല കേട്ടോ, അത്രയും ടേസ്റ്റാണ്. നമുക്ക് കൂടുതലും മസാലകൾ അല്ലെങ്കിൽ കൂടുതലൊരു കുത്തണ മസാല ഒക്കെ ആണെങ്കിൽ നമുക്ക് അധികം കഴിക്കാൻ പറ്റില്ല. ഇതിൽ മസാലകൾ കുറവാണ്. നമുക്ക് എയർ ഫ്രയറിലൊക്കെ വെച്ചിട്ട് ഇതുപോലെ പൊരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന സമയത്ത് മക്കളൊക്കെ കൂടെ കാത്തു നിൽക്കുകയായിരുന്നു. അനിയത്തിയുടെ മക്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, അവർക്കൊക്കെ നല്ല വിശപ്പിൻ്റെ സമയമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിലാണല്ലോ ഇത് പെട്ടെന്ന് ആവാതിരിക്കുകയും ചെയ്യുക. അപ്പോൾ ഇത് 2 തലയും അങ്ങോട്ട് മാറ്റി മറിച്ചിട്ട് കൊടുത്തിട്ടും അതങ്ങോട്ട് പെട്ടെന്ന് അങ്ങോട്ട് മുരിഞ്ഞ് വരുന്നില്ല കേട്ടോ. അത് ഞാൻ പറഞ്ഞത് 2 എണ്ണം ഇട്ടിട്ട് പൊരിച്ചെടുത്താൽ മതിയായിരുന്നു, എന്നാൽ വേഗം ആയി കിട്ടിയിരുന്നു. അപ്പോൾ പിന്നെ അപ്പുറത്തെ ഒരു ചീഞ്ചട്ടി വെച്ചിട്ട് അതിലും കൂടി കുറച്ചും കൂടി പൊരിച്ചെടുക്കണുണ്ടായിരുന്നു. അത് പിന്നെ അങ്ങനെയാണല്ലോ, നമുക്ക് തിരക്കുള്ള സമയത്തൊക്കെ ആണെങ്കിൽ എന്ത് സാധനം അതിലാണ് ഉണ്ടാക്കിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ ഒരു കഷ്ടപ്പാട് ഞാൻ എന്തായാലും അന്ന് അറിഞ്ഞു കേട്ടോ.
അപ്പോൾ അതിനി വലിയ ഉരുളിയൊക്കെ വെച്ചിട്ട് വേഗം പൊരിച്ചെടുത്താൽ മതിയായിരുന്നു. അതൊന്നും തോന്നിയില്ല. ഇതിപ്പോൾ ആവൂലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു ചീഞ്ചട്ടി കയറ്റി വെച്ചത്. അപ്പോൾ ചിക്കൻ്റെ കാലൊക്കെ നമ്മൾ പൊരിച്ചെടുക്കുന്ന സമയത്ത് അതിൻ്റെ രണ്ട് ഭാഗം നന്നായി മൊരിഞ്ഞ് വരണം, അല്ലെങ്കിൽ ഉള്ളു വെന്ത് വരില്ലല്ലോ. അത് കാരണം ഇങ്ങനെ പെട്ടെന്ന് പൊരിച്ചെടുക്കാനും പറ്റില്ല. രണ്ട് സൈഡ് ഇങ്ങനെ മാറ്റി മറിച്ചിട്ട് കൊടുത്ത് നന്നായി ഉള്ളു വേവണ വരെ തന്നെ അത് വേവിച്ചെടുക്കണം. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ പുറത്തത്തെ മൊരിഞ്ഞത് കണ്ടിട്ട് ഉള്ളിൽ നോക്കുമ്പോൾ വെന്തിട്ടുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ പൊരിച്ചെടുക്കാറുള്ളത്. ഹൈ ഫ്ലെയിമിൽ വെക്കില്ല. ഹൈ ഫ്ലെയിമിൽ വെക്കുകയാണെങ്കിൽ പുറം ഇങ്ങനെ കരിഞ്ഞ് ഒരു ഇതായി പോവുകയും ചെയ്യും, ഉള്ളു വേവും ചെയ്യില്ല. അത് കാരണം ഞാൻ മീഡിയത്തിൽ വെച്ചിട്ട് തന്നെയാണ് ഞാനിത് വേവിച്ചെടുക്കാറുള്ളത്. അപ്പോൾ അതാ ഒരു സൈഡ് ആയി വരുന്നുണ്ട്, നമ്മളിങ്ങനെ മറിച്ചിട്ട് കൊടുക്കണ കാരണം. അപ്പോൾ നിങ്ങളിൽ ചിലർ വിചാരിക്കണത് എന്താ ചിക്കൻ പൊരിക്കാൻ ഞങ്ങൾക്ക് അറിയില്ലേന്ന്. ഇതറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. അറിയാത്തവരുണ്ടാവുമല്ലോ. ചിലപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് ചെറിയ കുട്ടികളൊക്കെ ചിക്കനൊക്കെ പൊരിക്കണുണ്ടെങ്കിൽ എൻ്റെ മാമാടെ മോൾ ഉണ്ടാക്കിയെടുക്കും കേട്ടോ. അവൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് എല്ലാ സാധനങ്ങളും ഉണ്ടാക്കാറുണ്ടെന്ന് മാമി വിളിച്ചിട്ട് പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, രണ്ട് ഭാഗം മറിച്ചിട്ടിട്ട് നമുക്ക് നന്നായി മൊരിപ്പിച്ചിട്ട് എടുക്കണം. ഈ ഒരു ചിക്കൻ പൊരിച്ച് ബിരിയാണിയിലേക്ക് മാത്രമല്ല കേട്ടോ, എൻ്റെ മോനക്ക് ബട്ടൂറൊക്കെ നല്ല ഇഷ്ടമാണ്. അപ്പോൾ അതിലേക്ക് മയോണീസും പിന്നെ ബട്ടൂറിയും പിന്നെ ഇതും മാത്രം ഉണ്ടാക്കി കൊടുത്താൽ മതി. വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല. അവനക്ക് കറിയൊന്നും വേണ്ട. ഈ ഒരു ചിക്കൻ പൊരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അവനക്ക് വേറെ ഒന്നും വേണ്ട. അവനക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു മസാല. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ വീട്ടിലുണ്ടാക്കി കൊടുത്താൽ പിന്നെ കുട്ടികൾക്ക് പുറത്തുനിന്ന് മേടിക്കണ ആ ഒരു ചിക്കൻ വറുത്തതിനോടൊന്നും അങ്ങനെ വലിയ ഇഷ്ടം ഉണ്ടാവില്ല എന്ന്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് വെച്ച ലെഗ് പീസ് ആയിട്ടില്ല, അപ്പുറത്ത് വെച്ച ചെറിയ പീസുകളായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കോരിയിട്ട് ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ചീഞ്ചട്ടിയിൽ തന്നെ കുറച്ചും കൂടി പൊരിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ചെറിയ പീസുകൾ. അപ്പോൾ ഇവിടെ ലെഗ് പീസ് ആകുമ്പോഴത്തേനും അത് അവിടെ ആവുമല്ലോ. അപ്പോൾ അത് നമുക്ക് രണ്ട് ചട്ടിയിലൊക്കെ വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തിരക്കുള്ള സമയത്തൊക്കെ ആണെങ്കിൽ നമുക്കത് ഉണ്ടാക്കിയെടുക്കാം. തിരക്കില്ലാത്ത സമയത്താണെങ്കിൽ രണ്ട് ചട്ടി കഴുകാനാക്കണ്ട, ഒരൊറ്റ ചട്ടിയിൽ തന്നെ ഉണ്ടാക്കിയെടുത്താൽ മതി. അപ്പോൾ അത് അവിടെ ഉള്ള ലെഗ് പീസുമായി. ഇതായിട്ടില്ല, പക്ഷെ അപ്പുറത്തുള്ളതായി കിട്ടി. അപ്പോൾ അതാ ഇനിയിപ്പോൾ അതാ ഇതും കൂടി ആയിട്ടുണ്ട്. ഇതും കൂടി കോരി എടുക്കുക. കണ്ടില്ല, നന്നായി മൊരിഞ്ഞിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഉള്ളൊക്കെ നന്നായി വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ആ ചിക്കൻ പീസൊക്കെ കോരി എടുത്തിട്ട് ഇനി ചെറിയ പീസുകളുണ്ടല്ലോ, അപ്പോൾ അതും ഈ ഒരു ചട്ടിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ശരിക്കും കണ്ടതൊക്കെ വേണോ? നിങ്ങൾ കുറച്ചധികം ആൾക്കാരുണ്ട്, അനിയത്തി മക്കളും പിന്നെ അനിയനും ഉമ്മയും ഞാനും മോനും ഒക്കെ ഉണ്ട്. ഉപ്പ അവിടെ ഇല്ല കേട്ടോ, ഉപ്പ ഖത്തറിലാണ്. നമ്മളെ വീട്ടിൽ ചെറിയ മക്കളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ അവർ അതിൻ്റെ അനുസരിച്ചിട്ട് എടുത്ത് കൊണ്ടുപോകൂലേ, അതേ ഒരു അവസ്ഥ തന്നെയായിരുന്നു കേട്ടോ ഞാനിത് പൊരിച്ചെടുക്കുന്ന സമയത്തും. ഒന്നാമത് മക്കൾക്ക് നല്ല വിശപ്പിൻ്റെ ഒരു സമയമായിരുന്നു. പിന്നെ ചിക്കൻ പൊരിച്ചതും കൂടി ആകുമ്പോൾ പിന്നെ അവരത് എടുത്ത് കൊണ്ടുപോകുമല്ലോ. പിന്നെ എൻ്റെ വീട്ടിലത്തെ ചെറിയ കുട്ടി എൻ്റെ അനിയത്തിയാണ് കേട്ടോ. അവളാണ് എന്നായിട്ട് ഇങ്ങനെ വർത്താനം പറഞ്ഞിട്ട് കൂടെ നിൽക്കുകയും ചെയ്യും, പിന്നെ അതിനനുസരിച്ചിട്ട് എടുത്ത് കഴിക്കുകയും ചെയ്യും. അപ്പോൾ അത് കാരണം കുറച്ചധികം തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. പിന്നെ മക്കളൊക്കെ വരുമ്പോൾ നമുക്കൊരു പ്രത്യേക സന്തോഷമാണല്ലോ. അപ്പം ഞങ്ങൾക്ക് അങ്ങനെയുണ്ട്. ഞങ്ങൾ ഈ മൂന്നാളുള്ളടത്തേക്ക് മക്കൾ വരിക എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. അവർക്ക് ഇനി 2 മാസം കൂടിയുള്ള ലീവ്, അത് കഴിഞ്ഞാൽ മക്കൾ തിരിച്ച് പോവുകയും ചെയ്യും. അപ്പോൾ ഇനി വീട്ടിൽ ചിക്കനൊക്കെ മേടിക്കുമ്പോൾ ഇതുപോലെ ഒന്ന് മസാല ഉണ്ടാക്കിയിട്ട് ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കി നോക്കൂ കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അതിന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും എൻ്റെ ഏതെങ്കിലും വീഡിയോയുടെ കമൻറ്റിൽ ഒന്ന് പറയണേ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യാത്തവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം.